ഹായ്, ഞാൻ ഐശ്വര്യം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റാണ്. കുറച്ച് സമയം എടുക്കുമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണിത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ ഒരു പാന് അടുപ്പിൽ വെക്കുക. അപ്പം അത്യാവശ്യം നല്ലതുപോലെ ചൂടാവണം, ഒത്തിരി ചൂടാവണം എന്നല്ല, എന്നാലും ഒന്ന് ചൂടായ ശേഷം മാത്രം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് കത്തിച്ച് അടുപ്പിൽ വെക്കട്ടെ. പൊതുവേ മിക്ക കറികളും ഞാൻ ഇതുപോലൊരു പാനിലാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്. അപ്പം ഒത്തിരി ഗ്രേവി ഒന്നുമില്ല, അത് നമുക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഒരു 2 മുതൽ 3 സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പം ഈ സമയം കൊണ്ട്, ഈ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, അതായത് നല്ല കുരുമുളക്, ചതയ്ക്കാത്ത കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ചു വെച്ചിരിക്കുകയാണ്. അത് ഈ ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഒത്തിരി മൂക്കണ്ട, എന്നാലും ജസ്റ്റ് നല്ലവണ്ണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, നല്ലവണ്ണം മൂത്ത് വരണം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാരണം ഇഞ്ചിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 വലിയ സവോള ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നതും. നീളത്തിൽ അരിയുന്നതാണ് മുട്ട റോസ്റ്റിന് നല്ലത്, ചെറുതായിട്ട് അരിയണ്ട. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവോള നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് എരി നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇത് അധികം എരിയുള്ള പച്ചമുളകല്ല. നല്ല എരി ഉണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ സ്പൈസിനെസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണം എഗ് റോസ്റ്റ് എന്നുണ്ടെങ്കിൽ 3 മുതൽ 3 പച്ചമുളക് വരെ ചേർക്കുന്നതിൽ തെറ്റില്ല. ഇനി ഇത് നമുക്കെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് നമ്മൾ ഇളക്കി നല്ല ബ്രൗൺ കളർ ആവണം. അപ്പം അതുവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ഇടണ്ട, അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ നല്ലവണ്ണം വഴട്ടി ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ട് എടുക്കണം. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിത്തുടങ്ങി. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇതിങ്ങനെ കിടന്ന് മൂക്കട്ടെ, നല്ലോണം വഴന്ന് വരട്ടെ. അപ്പം ഉള്ളി ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാടി കളറൊക്കെ മാറി തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എണ്ണ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ കണ്ട് ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലപോലെ മൂത്ത് അതിൻ്റെ കളറും നല്ലപോലെ മാറിയിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ചേർക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ടൊമാറ്റോയും കൂടി ഇതിലേക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം എന്നാൽ മാത്രമേ നല്ലപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ വശവും നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇത് അടച്ചിടാം. അപ്പോൾ ടൊമാറ്റോ ഇതിൻ്റെ കൂടെ വെന്തങ്ങ് നല്ലപോലെ ചേരണം. നമുക്ക് അടച്ചിടാം കുറച്ച് നേരത്തേക്ക്. തീ എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രമിക്കുക, കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പം എന്തായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ ഒരു 5 മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തോടൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്തായി എന്നുള്ളത്. അപ്പോൾ ടൊമാറ്റോയൊക്കെ ഒന്ന് നന്നായിട്ട് വാടിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇപ്പം എല്ലാം കൂടി ഒന്ന് അത്യാവശ്യം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലയുടെ ടേസ്റ്റ് ഒരുപാട് വേണ്ട, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. മല്ലിപ്പൊടി 1 ടീസ്പൂണ്. നല്ല മുളക് പൊടി 1 ടീസ്പൂണ്. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്. അപ്പം ഇതെല്ലാം കൂടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ മാറ്റിയിട്ട് നല്ല മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത് ഈ കറിക്കൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഈ പൊടികളെല്ലാം ഇതിനകത്ത് കിടന്ന് നല്ലപോലെ മൂത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. അതായത് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ആദ്യം 1/2 ഗ്ലാസ് ചേർത്തു. ഇനി ഒരു 1/2 ഗ്ലാസ് കൂടി ചേർക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു 1/2 ഗ്ലാസിൻ്റെ കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബാക്കിയും കൂടി ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കറിയുടെ ഇടയ്ക്ക് വെച്ച് വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രം ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. കറിക്കൊരു പച്ച ടേസ്റ്റ് വരും. അപ്പം വെള്ളം ചേർത്ത് ഈ കറിയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി. ഇനി ഇതിൽ കിടന്ന് വെന്ത് കുറുകി വന്നാൽ മാത്രമേ ഉള്ളി നല്ലപോലെ കാരമലൈസ് ചെയ്തൊരു ബ്രൗണിഷ് കളർ ആവത്തുള്ളൂ. അപ്പം നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചിടാം. അപ്പം 2 മിനിറ്റ് നമ്മൾ അടച്ചിട്ട് വേവിച്ചു. അപ്പോൾ ഇനി എന്തായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ നോർമൽ രീതിയിൽ പാത്രത്തിലിട്ട് ഉപ്പുമിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുകയാണ്. കുക്കറിലല്ല പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഒരു 5 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ചേർത്ത് ഇത് നല്ലപോലെ ഇളക്കി ആ വെള്ളമെല്ലാം വറ്റി ഉള്ളി ഒരു ബ്രൗണിഷ് കളറായി വരണം. അതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പാകമാകുന്നത്. അതുവരെ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. മുട്ട ഞാൻ വരഞ്ഞിട്ടില്ല. വരയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരഞ്ഞ് ചേർക്കാം. അതെല്ലാം രണ്ടായിട്ട് മുറിച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. പക്ഷേ രണ്ടായിട്ട് മുറിച്ച് ചേർക്കുമ്പോഴുള്ള പ്രശ്നം ചിലപ്പോൾ മുട്ടയുടെ മഞ്ഞ അതിൽ മിക്സായി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരഞ്ഞ് ചേർക്കേണ്ടവർക്ക് വരഞ്ഞ് ചേർക്കാം, അതും കുഴപ്പമില്ല. പക്ഷേ ഞാനിതിപ്പം വരയാതെ അങ്ങ് ചേർത്തിരിക്കുകയാണ്. ഇനി ഈ മസാലയിൽ കിടന്ന് അത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം എഗ് റോസ്റ്റിനൊരു ലൈറ്റായിട്ടൊരു മധുരം കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം മുട്ടക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു മധുരം കിട്ടാറില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ നമ്മൾ ഇളക്കി ചെറുതീയിൽ കിടന്ന് ഇളക്കി ഉള്ളിയിലെ വെള്ളം എല്ലാം മാറ്റി നല്ല കുഴമ്പ് കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അത് മാത്രമല്ല ഉള്ളി നല്ലപോലെ അപ്പോൾ കാരമലൈസ് ആയിട്ട് ഇതിൻ്റെ കറിയുടെ കളറ് തന്നെ നല്ലപോലെ ചേഞ്ച് ആവും. ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മസാലയൊക്കെ ആ മുട്ടയുടെ പുറത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നാൽ അപ്പം ആ മുട്ടയുടെ പുറം ഭാഗത്തിന് ആ മസാലയുടെ ടേസ്റ്റൊക്കെ കിട്ടും. ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ചും കൂടി ഗ്രേവി വറ്റാനുണ്ട്.
അപ്പം ഗ്രേവി ചെറുതീയിലിട്ട് വറ്റിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് പിന്നെ ഒന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. അപ്പം അത് വീണ്ടും ഇളകി കൊടുത്ത് നമുക്കത് നല്ല പോലെ അങ്ങോട്ട് വരട്ടിയെടുക്കാം. അപ്പം ഏകദേശം നമ്മുടെ മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി ടൈം എടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളി വരട്ടി എടുക്കുന്നത് കൊണ്ടാണ്. അത് കുറച്ച് സമാധാനത്തോടെ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റിൽ ഈ കറി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ ഇളക്കി അതിലെ വെള്ളമയം എല്ലാം മാറി. അപ്പം ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് നന്നായിട്ട് ഇളക്കി അത് ഏകദേശം അതിൻ്റെ വെള്ളമെല്ലാം മാറ്റി ഉള്ളി നല്ലപോലെ കാരമലൈസായി ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറി. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒന്ന് ഫൈനലായിട്ട് ടേസ്റ്റ് നോക്കുവാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഒരല്പം ഉപ്പ് കൂടി കുറവ് തോന്നി. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക. ഒരിക്കലും ഉപ്പ് കൂടാൻ പാടില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണം. അപ്പോൾ ഇനി ഞാനൊരു ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. തുറന്നപ്പോൾ തന്നെ നമ്മുടെ എഗ് റോസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും 1 മിനിറ്റും കൂടി ഇതൊന്ന് അടഞ്ഞു കിടക്കട്ടെ. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇതിൽ മെയിനായിട്ടും നമ്മൾ ഉള്ളി വഴറ്റി എടുക്കുന്ന സമയമാണ് കൂടുതലും പോകുന്നത്. പക്ഷേ ഇങ്ങനെ വളരെ പതുക്കെ ഉള്ളി വഴറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ കറിക്ക് വളരെ ടേസ്റ്റും കൂടുതലാണ്. സാധാരണ രീതിയിൽ വീടുകളിൽ മാത്രമേ നമ്മളിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.